അപ്പോഴേ ഞാൻ ഇത് ഷവായി കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ചോക്ലേറ്റ് പൊട്ടിക്കാം. ഉണങ്ങിയതിന് ശേഷം ഒരു ഹാപ്പിനെസ്സായിട്ട് അപ്പോൾ ഒരു 5 കിലോ കുറയുമ്പോൾ പൊട്ടിക്കാമെന്ന് വെച്ചിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ പൊട്ടിക്കാം, കാരണം ബ്രദർ വേണമെന്ന് പറഞ്ഞു. പിന്നെ വീട്ടിലൊരു കുഞ്ഞാവയുണ്ട്, അവൾക്കും കൂടി കൊണ്ടു കൊടുക്കാം. അപ്പോൾ ഇത് മെൽറ്റായാണ് ഇരിക്കണം. നമുക്കിങ്ങനെ അങ്ങ് പൊട്ടിക്കാം. അവർ കടയിൽ ഫ്രീസറിൽ വെച്ചതാണെന്ന് തോന്നുന്നു. ഇത് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ എത്ര രൂപയെന്ന്. 205 രൂപയാണ്. 230, 205 എന്നിട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് 205 രൂപ ആവും. അപ്പോൾ ഇതാണ് നോർമൽ, ഇതാണ് ചോക്ലേറ്റാണ്. എനിക്ക് ഓറിയോ സിൽക്കാണ് വേണ്ടിയിരുന്നത്, പക്ഷേ അത് കിട്ടിയില്ല. മുട്ടായിയൊന്നും തിന്നണ എല്ലാ ചോക്ലേറ്റും, ഏത് ചോക്ലേറ്റ് ആയാലും ഏത് ജങ്ക് ഫുഡായാലും ഒക്കെ ഹെൽത്തി അല്ല. വല്ലപ്പോഴും കഴിക്കാം, കുഴപ്പമില്ല. ഒരു ലൈഫല്ലേ ഉള്ളൂ, അതുകൊണ്ട് അത് കുഴപ്പമില്ല. ഒരു ശീലമാക്കാതിരുന്നാൽ മതി. അപ്പോൾ ഇത് മെൽറ്റായിട്ടിരിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാതെ എടുക്കുന്നത്. അപ്പോൾ ഇത് ഒരെണ്ണം ഞാൻ കഴിക്കില്ല, 3 ആക്കി 3 പേരായിട്ടാണ് കഴിക്കാൻ പോണത്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൂടി കാണിച്ചു തരാം. വേണ്ട, നല്ല മെൽറ്റായിട്ടിരിക്കുവാണ്. എനിക്കിത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാത്തത്. അല്ലെങ്കിൽ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചെടുത്തേനെ. ഇത് മെൽറ്റായിരിക്കണതിന് ഒരു പ്രത്യേക ടേസ്റ്റും ഫ്രിഡ്ജിൽ വെച്ചെടുക്കണതിന് വേറൊരു ടേസ്റ്റുമാണ്. നിങ്ങളങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ 3 പേരും കൂടെ ഇത് കഴിക്കട്ടെ കേട്ടോ. ഞാൻ ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാം. ടേസ്റ്റ് അറിയാമല്ലോ ഡയറി മിൽക്കിൻ്റെ. സാധാരണ ഡയറി മിൽക്ക് ആയതുകൊണ്ട് സാധാരണ ടേസ്റ്റ് ആയിരിക്കും. കുഴപ്പമില്ല, വല്ലപ്പോഴൊക്കെ കഴിക്കണോണ്ട് കുഴപ്പമില്ല. ഇനി ഞാൻ വെയിറ്റ് ലോസ് ജേർണിയിലേക്കാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് എനിക്കെന്തായാലും കുഴപ്പമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ശരി, ഞങ്ങളിത് ഷെയർ ചെയ്ത് കഴിച്ചിട്ട് എന്തെങ്കിലും ഡ്രാമയോ, ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരുന്ന സിനിമ കള്ളനും ഭഗവതി എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, അത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അതാണ് കുറച്ച് കണ്ടത്. ചിലപ്പോൾ അത് കാണും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രാമയോ ടാരോ റീഡിങ്ങോ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും. ഇന്നെന്തായാലും പഠിത്തമൊന്നും നടക്കില്ല. എന്തായാലും എൻജോയ്മെൻറ്റ് തന്നെ ആയിരിക്കും. നാളെ നോക്കാം.